ഫ്രണ്ട്സ്, നമ്മളിത് ചെയ്യാൻ പോകുന്നത് സോയ ചങ്ക്സ് കട്ട്ലറ്റ്. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം കേട്ടോ. ആദ്യം സോയ ചങ്ക്സ് തിളച്ച വെള്ളത്തിലിട്ട് വേവിച്ച് മിക്സിയിൽ പൊടിച്ചെടുത്തതാണ്. പിന്നെ ഉരുളക്കിഴങ്ങ് വേവിച്ച് പൊടിച്ച് വെച്ചേക്കുന്നത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക്, വേപ്പില, സവാള ചെറുതായിട്ട് അരിഞ്ഞത്, മല്ലിയില, ഗരം മസാല, മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഉണ്ട്. ഇതിൻ്റെ അടിയിലുണ്ട് കുരുമുളക് പൊടി, അതിൻ്റെ അടിയിലായിപ്പോയി. പിന്നെ ബ്രെഡ് ക്രംസ്, എഗ്ഗ്. ഇനി ഒരു ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് ചട്ടി ചൂടായിട്ട് എണ്ണ ഒഴിച്ച് ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസും ഇട്ട് കൊടുക്കാം. ആദ്യം സവാള, ഇട്ട് കഴിഞ്ഞ് ഇഞ്ചി, പച്ചമുളക്, വേപ്പില എല്ലാം ഇടാം. എന്നിട്ടൊന്ന് നല്ലോണം വഴറ്റണം. ഇത്തിരി ഉപ്പിട്ട് കൊടുക്കണേ. സവാള വഴറ്റണതിൻ്റെ ഒപ്പം ഇത്തിരി ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ ഇതെല്ലാം പൊടികളെല്ലാം ഇടുക. അത് നല്ലോണം മൂപ്പിക്കണം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് കമൻറ്റിലൂടെ അറിയിക്കുക. മല്ലിയിലിട്ടൊന്ന് ഇതായി കഴിയുമ്പോൾ നമ്മുടെ സോയാ ചങ്ക്സ് ഇട്ട് ഉരുളക്കിഴങ്ങ് ഇട്ട് നല്ലോണം മിക്സ് ചെയ്യണം. സോയാ ചങ്ക്സ് ഇട്ട് സോയാ ചങ്ക്സ് ഇട്ടിട്ട് നല്ലോണം ഇളക്കി നല്ലോണം യോജിപ്പിക്കണം. അതിന് ശേഷമാണ് നമ്മൾ ഉരുളക്കിഴങ്ങ് പൊടിച്ചത് ഇതിൽ ചേർക്കേണ്ടത്. എന്നിട്ട് ഉരുളക്കിഴങ്ങ് പൊടിച്ചതിന് ശേഷം അത് ഒന്ന് തണുക്കാൻ വെച്ചിട്ട് ഉരുളക്കിഴങ്ങ് ഇട്ടതിന് ശേഷം ഒന്നും കൂടി ഒന്ന് ഇതേപോലെ ഇളക്കി യോജിപ്പിക്കണേ. അത് കഴിഞ്ഞിട്ട് തണുത്തതിന് ശേഷം നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കാം. കുരുമുളക് ഇത്തിരി നല്ലോണം ഇടണം കേട്ടോ, അത് നല്ല ടേസ്റ്റാണ്. പൊട്ടാറ്റോ ഇട്ട് ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് ഉപ്പ് നോക്കണേ. ഉപ്പ് നോക്കിയിട്ട് പോരാത്ത ഉപ്പുണ്ടെങ്കിൽ പാകത്തിന് ഉപ്പിട്ട് തണുത്തതിന് ശേഷം അപ്പം നമ്മുടെ മിക്സ് എല്ലാം കൂടി ഈ ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം അതിങ്ങനെ എഗ്ഗ് നല്ലോണം ബീറ്റ് ചെയ്തെടുത്തത് അതിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കി അത് ഫ്രൈ ചെയ്തെടുക്കണം. അടുപ്പിൽ ചീനച്ചട്ടി വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടാകട്ടെ കേട്ടോ. അപ്പോൾ ഇത് ഓരോന്നും ഇതിൽ എഗ്ഗിൽ മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കി നല്ലോണം ഇതാക്കി. അപ്പോൾ ഇത് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രൈ ചെയ്യണത് മുതൽ കാണാം കേട്ടോ. അപ്പോൾ നമുക്കിനി കട്ട്ലേറ്റ് ഫ്രൈ ചെയ്യാം കേട്ടോ. ഓരോന്നായിട്ട് ഇട്ട് ഇത് ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ ഇത് കോരി നമുക്കത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്കിത് ടേസ്റ്റ് ചെയ്യാം. എല്ലാവരും ചൂടാണ്. സൂപ്പർ. എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻസിലൂടെ അറിയിക്കുക. താങ്ക് യു.